ഹായ്, ഞങ്ങളങ്ങനെ പൂളിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഏറ്റവും ആഗ്രഹിച്ച് വന്നതാണ് ഈ പൂളിലേക്ക്. കാരണം ഞങ്ങളിത് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ഹോട്ടൽ വേണമെന്ന് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതന്നെ കിട്ടി. നല്ല തണുപ്പാണ് വെള്ളത്തിന്, ഞങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അതുപോലെ തന്നെ നമ്മുടെ പുറകിലൊക്കെ കാണുന്നത് കോലാലംപൂരിലെ ലാൻഡ് മാർക്കുകളാണ്. KL ടവർ, അതുപോലെ തന്നെ മെറഡക്ക, അതുപോലെ നമ്മുടെ പെട്രോണാസ് ട്വിൻ ടവർ. ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ് KL ടവർ. അതിൻ്റെ പുറകിലായിട്ട് വയലറ്റ് പച്ച കളറിൽ കാണുന്നതാണ് മെറഡക്ക എന്ന് പറഞ്ഞിട്ടുള്ളത്. ദ ഫേസ് എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ 2 പൂളുണ്ട്. അതിൽ ഏറ്റവും വലിയ പൂളിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ പ്ലാറ്റിനം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അതിവിടെയാണ് 2ാമത്തെ പൂൾ. ഓക്കെ, നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട് അവിടെ. അതായത് ചൈന, ജപ്പാൻ, കൊറിയ, അങ്ങനെ. ഇത് വല്ലാത്തൊരു വണ്ടർഫുൾ. ഈ കാണുന്നതാണ് നമ്മൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്ന പെട്രോണാസ് ട്വിൻ ടവർ. ഈ രാത്രി കാണാൻ നല്ല ഭംഗിയാണിത്. നമുക്ക് നല്ല വ്യൂ ആണ്. എല്ലാ ലാൻഡ് മാർക്കുകളും ഒരുമിച്ച് കാണാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അതുപോലെ തന്നെ ഒരുപാട് രാജ്യത്തുള്ള ആൾക്കാരോട് നമുക്ക് സംസാരിക്കാനും ഇടപഴകാനൊക്കെ പറ്റും. വളരെ ഭയങ്കര ഒരു റൊമാൻറ്റിക് ഒരു മൂഡാണ് ഇവിടെ. അതായത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഇത്രയും ഒരു നേരെ കാണുന്ന കണ്ടില്ലേ, അത് അടുത്തൊരു പൂളാണ്. ഇവിടെ 2 പൂളുണ്ട് ഇതിൽ. ഇവിടെ നമുക്ക് 5 റിസപ്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് 5 ഭാഗങ്ങളാണ് നോക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് കിമിറോ എന്ന് പറഞ്ഞിട്ട് ഒരു റിസപ്ഷൻസ്, അവരാണ് ഇതിപ്പോൾ മാനേജ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഇവിടെ. ഇപ്പോൾ അവളുടെ തണുപ്പൊക്കെ പോയി തോന്നുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു ഇവിടുന്ന്. നമ്മളെ കൂടെ വന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരുപാട് ഫോട്ടോസ് എടുത്ത് കൊടുത്തു. ഭയങ്കര ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പ്ലേസാണിത്. നിങ്ങൾ എന്തായാലും വരുമ്പം ഈ ഹോട്ടൽ എടുക്കാൻ വേണ്ടി നോക്കണം. ഈ ഒരു ഇൻഫിനിറ്റി പൂൾ തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണിത്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഇത്. KL ടവർ, പെട്രോണാസ് ട്വിൻ ടവർ. KL ടവർ. അതിൻ്റെ അടുത്തുള്ളതാണ് വലിയൊരു മെറഡക്ക ഹോട്ടൽ. ഒരുവിധം എല്ലാ ലാൻഡ്മാർക്കും നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ പല കൺട്രീസിൽ നിന്നുള്ള പല ആളുകളുണ്ട്. ചൈന, കൊറിയ. They are all enjoying their time here. ട്രൂ ഏഷ്യ എന്നാണ് മലേഷ്യൻ അറിയപ്പെടുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരുവിധം ഏഷ്യൻ കൺട്രീസുള്ള എല്ലാ രാജ്യത്തുള്ള ആൾക്കാർ ഇവിടെ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ മെട്രോ പിടിച്ചിട്ട് നമ്മൾ നേരെ വന്നത് നമ്മുടെ ബുക്കിറ്റ് ബിന്താങ്ങിലേക്കാണ്. ഇവിടെ നമുക്ക് പവലിയൻ മാളിൽ നിന്ന് കയറണം. അവിടേക്ക് പോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ കാണുന്നത് മൊത്തം റോഡ് മുറിച്ചെടുക്കാനുള്ള ക്യൂ ആണ്. അപ്പം ഇത് മൊത്തം പവലിയൻ മാളിലേക്കും അതുപോലെ തന്നെ ഫുഡ് സ്ട്രീറ്റിലേക്കുള്ള ആളുകളാണ്. അപ്പം ഞങ്ങളിപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. Woke up late, missed the morning glaze, but the sunlight hits in so many ways. Grabbed my shades and hit the streets, no plan, chasing vibes like seashells in the sand. Radio hums a tune I can't name. Crooked smiles, crashing waves, no shame. Flip my phone, toss it in my bag. Today's for us, no time to lag. Feel the world just turning slow. Let the breeze tell us where to go. Every step a beat we can make. Life's a tune, sing it till we break. Concrete warm under my bare feet. Crowds moving like a heartbeat. Skipping stones in city streams we find.
Let's write a new story, leave the old behind. Someone's cooking love in the air, I swear. Every spark in their voices shows they care. Colors splash like secrets on these walls, while laughter echoes through the halls. Feel the world just turning slow. Let the breeze tell us where to go. Every step a beat we can make. Life's a tune, sing it till we break. അങ്ങനെ ബുക്കി പിന്താങ്ങിൽ വന്ന് ഞങ്ങൾ ഒരുപാട് ഫുഡുകളും അതുപോലെ തന്നെ പവലിയൻ മാളും അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ കണ്ടും രുചിച്ചും അറിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. 10 മണി വരെ നമ്മുടെ മെട്രോ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഗ്രാബ് വിളിച്ചിട്ട് റൂമിലേക്ക് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ പോയിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ലാൻഡ് മാർക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അത് വിളിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം.